സഹോദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 ക്വാർട്ടർ ഫൈനൽസ് മാച്ച് 1 ഫ്രാൻസ് വേഴ്സസ് മൊറോക്കോ കളി കഴിഞ്ഞിരിക്കുകയാണ്. 2-0 ഫ്രാൻസ് ജയിച്ച് സെമിയിലേക്ക് പോയിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും 2 ഗോളും വന്നത് സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫിൽ എന്താ പറയുക, ഫ്രാൻസിൻ്റെ ഫ്രാൻസ് 4-3-3 എന്ന ഫോർമേഷനിൽ കളിച്ചു. അതുപോലെ മൊറോക്കയും ഡിഫൻസീവ് ഫോർമേഷൻ തന്നെ കളിച്ചത്. 2 പേരും എന്താ പറയുക, കോമ്പാക്ട് ഡിഫൻസ് ആയിരുന്നു 2 പേരും. അത് കാരണം ഫസ്റ്റ് ഹാഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവസരങ്ങൾ പെനാൽറ്റി ആയിട്ട് എംബാപ്പയ്ക്ക് ഒരെണ്ണം കിട്ടിയായിരുന്നു 28ാമത്തെ മിനിറ്റിൽ. പക്ഷേ അത് നമ്മുടെ യാസിൻ ബണാവ് അത് നന്നായിട്ടൊരു സേവ് ചെയ്ത് നേരെ കയ്യിലേക്കാണ് എംബാപ്പ അടിച്ചു കൊടുത്തത്. ആ സേവ് കഴിഞ്ഞിട്ട് പോലും പക്ഷേ ഫ്രാൻസ് ഭയങ്കര പേഷ്യൻസ്, അതായിരുന്നു ടാക്ടിക്കലി ഡിഷാംസിൻ്റെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേഷ്യൻസ് ഉണ്ടായിരുന്നു ടീമിന്, ഫ്രാൻസിന്. അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ സ്ട്രക്ചർ, ആ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയിട്ട് അവർ ആ സ്ട്രക്ചറിൽ ഒരു വ്യത്യാസം വന്നില്ല എന്നുള്ളതാണ്. അവർ ആ കളിച്ചുകൊണ്ടിരുന്ന ആ രീതി തന്നെ കളിച്ചു. പിന്നെ അതുപോലെ ഫസ്റ്റ് ഹാഫ് ഫ്രാൻസ് തന്നെ കൺട്രോൾ ചെയ്തു. 60ാമത്തെ മിനിറ്റിൽ എംബാപ്പെ ഫസ്റ്റ് ഗോൾ, അത് കഴിഞ്ഞ് 6 മിനിറ്റകത്ത് 66ാമത്തെ മിനിറ്റിൽ ഡെമ്പലിൻ്റെ സെക്കൻഡ് ഗോൾ, അതിൻ്റെ അസിസ്റ്റ് എംബാപ്പെ. അങ്ങനെ എംബാപ്പെ കളിയുടെ താരമാവുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് എംബാപ്പെ ഫുള്ളി അഗ്രസീവായി, കുറച്ചൊരു ഇൻറ്റൻസിറ്റി കൂട്ടി ഫ്രാൻസ്. മൊറോക്കോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ എന്താ പറയുക, ഗോൾ കീപ്പറിനെയും ബോണോനെയും അതുപോലെ ട്രാൻസിഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എടുത്ത് പറയത്തക്ക സാധനം പെനാൽറ്റി സേവ് മാത്രം, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഗോള് മൊറോക്കോ കൺസിഡർ ചെയ്തതിന് ശേഷം അവരുടെ എന്താ പറയുക, സ്പേസ് കുറച്ചൊരു ഓപ്പണായി സെൻറ്ററിലൂടെ. അതാണ് സെക്കൻഡ് ഗോൾ പെട്ടെന്ന് തന്നെ വരാനുള്ളത്. അത് ഫ്രാൻസ് കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് ആ സെക്കൻഡ് ഗോൾ കയറുന്നതും. എന്താ പറയുക, അവരുടെ ഒരു അറ്റാക്കിംഗ് പെൻട്രേഷൻ എന്ന് പറയുന്ന സാധനം തീരെ മൊറോക്കോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. ഫൈനൽ തരത്തിലുള്ള കളിയും വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ എന്താ പറയുക, അവസാനം എംബാപ്പയ്ക്ക് ചെറിയൊരു ആംഗിൾ ഇഷ്യൂ വന്നാണ് കയറുന്നത്. എന്താണ് അടുത്ത കളിക്ക് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ലെങ്കിലും വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഡിഷാംസ് പറയുന്നത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്ന രീതിയിൽ തന്നെയാണ്. നല്ല രീതിയിലുള്ള പേഷ്യൻസ് എന്തായാലും എടുത്ത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ആദ്യം സെമിയിലെത്തുന്ന ടീം ഫ്രാൻസ് ആയിരിക്കുകയാണ്. അപ്പോൾ ശരി, അടുത്ത കളി വിശേഷം കാണാം. അതുവരേക്കും ബൈ.